എപ്പോഴും ഈ നമ്മൾ കാണുന്ന ഒരുപാട് കോമഡി ചെയ്യുന്ന കോമഡി ഓഫ്ലൈനും ഓഫ് സ്ക്രീനും ഓൺ സ്ക്രീനും സംസാരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇൻ്റർവ്യൂവിൽ വന്ന് വളരെ സീരിയസ് ആയി പോകും. അപ്പോൾ എനിക്ക് വിഷമം തോന്നും. കാര്യം നമ്മൾ ഉള്ളിൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നതിനെയും ഞാൻ വളരെ എന്താ പറയണ്ട പാഷനോടെ കാണുന്ന ഒരു കലയാണ്. വരുന്ന ആൾ തുറന്നു പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ചിലപ്പോൾ സങ്കടം വന്നു പോയിട്ടുണ്ട്. കാര്യം ഞാൻ കോമഡി പ്രതീക്ഷിച്ചല്ല, പക്ഷേ കുറച്ചുകൂടി അത് സറ്ററിക്കലായിട്ട് പറയായിരുന്നു എന്ന് പറയുമ്പോൾ ഇല്ലാത്തൊരു സീരിയസ്നെസ് വരുമ്പോൾ ഞാനങ്ങ് നിരാശയായിപ്പോവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? കളേഴ്സിലെ കപിൽ ശർമ്മ അവതരിപ്പിക്കുന്ന ഷോ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഷാരൂഖ് ഖാൻ അല്ലെങ്കിൽ സൽമാൻ ഖാൻ പോലെയുള്ള ആൾക്കാർ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ഞാൻ അന്തം വിട്ടിട്ടുണ്ട്. അവർ ചിരിക്കുന്നതൊക്കെ ഈ സോഫയിൽ നിന്നൊക്കെ ഇറങ്ങി ചിരിക്കുക, നിലത്ത് വീഴുക, ഈ ജാക്കറ്റ് ഊരാൻ പറഞ്ഞാൽ ഊരുക, കാണിക്കുക, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ. എല്ലാവരും ഭയങ്കര മനസ്സിലാണ്, പുറത്ത് ഭയങ്കരമായിട്ട് കുത്തിമറിഞ്ഞ് എല്ലാ അഭ്യാസം കളിച്ച് നടക്കുന്നതാണ്. പക്ഷേ ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേനും പിന്നെ ഫുള്ള് പിന്നെ ആക്ടിങ് ആണ്. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് സങ്കടം വന്നു പോയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷ ഉത്തരേ ആയിരിക്കില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പൊ നമ്മളുടെ മലയാളികളുടെ ബേസിക് ഒരു നേച്ചർ ഉണ്ട്, അതായിരിക്കാം. ഞാനടക്കമുള്ള നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു നേച്ചർ ഉണ്ട്. അനാവശ്യമായ ഒരു എന്താ പറയാ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ബലംപിടുത്തം, അനാവശ്യമായ ഒരു ബലംപിടുത്തം, അതാണ് പൊതുവെ. നമുക്ക് നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്യും, അതിന്റെ ആവശ്യമേ ഇല്ല. ശരിക്കും ജനങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് നല്ലൊരു ഫ്രെയിമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓരോരുത്തരും വേദിയിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ, ഇപ്പം ഞാനൊരു സ്കൂൾ പരിപാടിക്ക് എന്നെ ഒരു ഗസ്റ്റായിട്ട് വിളിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ അവിടെ വരുന്നവർ കോട്ടൻ സാറിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വിളിക്കുന്നവരല്ല. കോട്ടൻ സാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കാണുന്നതിൻ്റെ കൗതുകം ആദ്യത്തെ ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. അയാൾ വരുന്നു, ഇരിക്കുന്നു, കണ്ടു, കഴിഞ്ഞു. പിന്നെ ഒരാളെ നമുക്കിനി എത്രയായാലും കുറേ മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കിയിരിക്കാൻ തോന്നില്ല. പിന്നെ ബാക്കിയുള്ള ഇതിലേക്ക് പോകും. നമ്മൾ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴും അവർ വിചാരിക്കുന്ന അടുത്ത മിമിക്രി വരും, അടുത്ത മിമിക്രി വരും എന്നായിരിക്കും. ദാസേട്ടൻ പോയാലും പാട്ട് കേൾക്കാനായിരിക്കും ആഗ്രഹം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ പല കൊമേഡിയന്മാരും സിനിമയിലുള്ള നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന പല കൊമേഡിയന്മാരും ബേസിക്ക് അവർ ജീവിതത്തിൽ കുറച്ച് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ.